ഹായ് ഡിയേഴ്സ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഞങ്ങൾ ചേച്ചിയുടെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ 2 ദിവസമായിട്ടാണ് ഓണപ്പരിപാടി നടത്തുന്നത്. അപ്പോൾ ഇത് രണ്ടാമത്തെ ദിവസമാണ്. അപ്പോൾ ഞങ്ങളിത് പരിപാടി സ്ഥലത്തേക്ക് വന്നു കേട്ടോ. അപ്പോൾ അവിടെ പല വെറൈറ്റി കളികളൊക്കെ ഗെയിംസൊക്കെ നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ കപ്പ് ആൻഡ് സ്ട്രോ മത്സരമായിരുന്നു കേട്ടോ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ബോയ്സിൻ്റെ ആയിരുന്നു, അച്ഛന്മാരും ഒക്കെ പങ്കെടുത്തു കേട്ടോ. അപ്പോൾ നല്ല വാശിയോടെയാണ് ഇവരൊക്കെ പങ്കെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ മെയിൻ മത്സരമായ വടംവലി നടക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും ആകാംക്ഷയോടെ നോക്കിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഇത് നമ്മുടെ ചേട്ടനുണ്ട് കേട്ടോ. അപ്പോൾ അവരുടെ ടീമാണ് കൂടുതലും കഷ്ടപ്പെട്ടത്. പക്ഷേ ജയിച്ചത് മറ്റേ ടീമാണ് കേട്ടോ. 2-3 പ്രാവശ്യം ഫൗൾ നടന്നപ്പോഴത്തേക്കും പിന്നെയും നടത്തിയപ്പോൾ അവർ ഓൾറെഡി ടയേർഡായി കേട്ടോ. അങ്ങനെ മറ്റേ ടീമാണ് ജയിച്ചത്. പിന്നെ അടുത്തത് വനിതകളുടെ വടംവലിയായിരുന്നു കേട്ടോ. അപ്പം ഞാനും അന്നും ചേർന്നായിരുന്നു കേട്ടോ. ഞങ്ങൾ രണ്ട് ടീമായി പോയേ. അപ്പം ഞങ്ങൾ വലിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്കും ഞങ്ങളുടെ ഏറ്റവും അവസാനം നിന്ന് ചേച്ചി ചെറുതായിട്ടൊന്ന് വീണേ. അപ്പോൾ ഞങ്ങളുടെ ബാലൻസ് അങ്ങ് പോയപ്പോഴത്തേക്കും മറ്റേ ടീം ജയിച്ചു കേട്ടോ. അങ്ങനെ നല്ല രസമുള്ള ഗെയിംസൊക്കെ ആയിരുന്നു. പിന്നെ അതേ നമ്മളെ വീട്ടിൽ വന്ന് ഫുഡൊക്കെ കഴിച്ചു. ഇസുക്കുട്ടനും ഞാൻ ഫുഡൊക്കെ കഴിച്ചു. അവനെ ഉറക്കി കിടത്തിയിട്ട് നമ്മളിത് പരിപാടി സ്ഥലത്തേക്ക് പോവാണ്. അപ്പം സിനിമാറ്റിക് ഡാൻസും പുറത്തുനിന്നുള്ളവരുടെ സിനിമാറ്റിക് ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിനിടയിൽ ഇതേ സമ്മാനദാനം നടക്കുവാണേ. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പ്രസംഗ മത്സരത്തിൽ പങ്കെടുത്ത കാര്യം ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ ചെറിയൊരു പ്രോത്സാഹന സമ്മാനം എനിക്കും കിട്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ പേര് പങ്കെടുത്തതിൽ ഒരാളാകാൻ പറ്റിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എൻ്റെ പേര് വിളിച്ചപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ. ഞാൻ ഒട്ടും പ്രിപ്പയർഡ് അല്ലായിരുന്നു. അപ്പോൾ പറഞ്ഞപ്പോഴത്തേക്കും എന്തൊക്കെയോ ഞാൻ പോയി പറഞ്ഞതാണ്. ഞാൻ എൻ്റെ പേര് വിളിച്ചപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ഞെട്ടി, ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. പിന്നെ ഇതേ പുറത്തുനിന്നുള്ളവരുടെ സിനിമാറ്റിക് ഡാൻസൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം അതൊക്കെ കണ്ട് നമ്മൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചെറുതായിട്ട് ഇസുക്കുട്ടനൊന്ന് ഉണർന്നായിരുന്നു. പിന്നെ ഞാൻ അവനെ എടുത്തുകൊണ്ട് ഇങ്ങനെ നടക്കുമായിരുന്നേ. പിന്നെ ഇവിടുത്തെ കൊച്ചു പിള്ളേരൊക്കെ എല്ലാവരും കൂടി ഡാൻസ് കളിക്കാനായിട്ട് സ്റ്റേജിൽ കയറി. അപ്പോൾ ഞാൻ ഇസുക്കുട്ടനെയും കൂടെ അവിടെ കൊണ്ട് നിർത്തി കേട്ടോ. അപ്പോൾ അവന് നന്നായിട്ട് തുള്ളിയേ. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി കേട്ടോ. അവൻ്റെ ആദ്യത്തെ സ്റ്റേജ് പെർഫോമൻസ് ആണ്. അമ്മയെന്ന നിലയിൽ എനിക്ക് ഭയങ്കരമായിട്ട് എക്സൈറ്റ്മെൻറ്റും അതുപോലെ തന്നെ ഞാൻ എന്തൊക്കെയോ ഫീലായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോസുകൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ബൈ.